ലോകായുക്ത നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതി അനുമതി നൽകിയതിൽ കാര്യമായി എന്താണുള്ളതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാല ഭേദഗതി ബില്ലുകൾ തടഞ്ഞുവച്ചിരിക്കുന്നത് മാത്രം ഉയർത്തിക്കാട്ടാനായിരുന്നു ഗവർണറുടെ ശ്രമം. 1 വർഷവും 3 മാസവും ഗവർണർ പിടിച്ചുവച്ചിരുന്ന ബില്ലാണ് ലോകായുക്ത നിയമ ഭേദഗതി ബില്ല്. സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാർ സമീപിച്ചതിനെ തുടർന്ന് രാഷ്ട്രപതിക്ക് അയച്ച ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടത് ഗവർണർക്ക് തിരിച്ചടിയായിരുന്നു. ഇതിന്റെ ജാള്യത മറയ്ക്കാൻ രാഷ്ട്രപതി പിടിച്ചുവെച്ച സർവകലാശാല ബില്ലുകളുടെ കാര്യം ഉയർത്തിക്കാട്ടാനായിരുന്നു ഗവർണറുടെ ഇന്നത്തെ ശ്രമം. ഒപ്പം ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ടതിൽ വലിയ കാര്യമില്ല എന്നുള്ള പ്രതികരണവും. In the matter of 4 bills, decision has come of the Honorable President. Lokayukt has been cleared. And the other 3 bills regarding the university, Honorable President has withheld her consent. രാഷ്ട്രപതി ഭവനിൽ നിന്നും വരുന്ന അറിയിപ്പ് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുക എന്നതിനപ്പുറത്ത് അത് ഒരു അസാധാരണ വാർത്താക്കുറിപ്പാക്കി ഇറക്കിയ ഗവർണറുടെ നടപടി വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഒപ്പിട്ട ബില്ല് വിഷയം പ്രസക്തമല്ല എന്നും തടഞ്ഞുവെച്ച ബില്ല് വിഷയമാണ് പ്രധാനമെന്നുമുള്ള ഗവർണറുടെ നിലപാട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.